ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റവ കേസരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കേസരി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കി വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അത് ആ പാനിൽ നിന്നങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ റവ എടുത്ത അതേ കപ്പിൽ തന്നെ ആയിരിക്കണം 3 കപ്പ് വെള്ളവും എടുക്കേണ്ടത്. അപ്പോൾ ഇനി നന്നായിട്ട് ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് കേസരിക്കൊരു കളറ് ആവശ്യമുണ്ടെങ്കിൽ ആ കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കേസർ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കളറില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പെട്ടെന്ന് തന്നെ വെള്ളം റവ വലിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോഴേക്കും റവ വെന്തിട്ടുണ്ടാവും. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവ, 3 കപ്പ് വെള്ളം, 1 കപ്പ് പഞ്ചസാര. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ കേസരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പഞ്ചസാര ചേർത്തപ്പോൾ കണ്ടോ ഒന്നുകൂടെ ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഇതിനൊരു 3.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് കൂടുതൽ ചേർക്കുന്നതനുസരിച്ച് കേസരി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നെയ്യെല്ലാം അതിലൊന്ന് പിടിച്ചു വരുന്ന സമയത്ത് കുറച്ച് നേരം ഒന്നുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പം മൊത്തം 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഇനി 1 ടീസ്പൂൺ പൊടിച്ച ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റവ കേസരി ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കൊരു ബൗളിലേക്കൊന്ന് ചൂടോടെ തന്നെ ഒന്ന് കോരിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ചൂടോട് കൂടിയിട്ട് ഇതുപോലെ ചെയ്താൽ മാത്രമേ ഷേപ്പിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കുമ്പോഴേക്കും നല്ല ഷേപ്പിൽ കിട്ടും. ഇനി മുകളിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ചൊന്ന് അലങ്കരിച്ചെടുക്കാം. ഇതുപോലെ മുറിച്ച് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.